യെസ് ഹലോ ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ ആഫ്റ്റർ ക്ലാസ് 10 അല്ലേ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ +1 ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ എല്ലാം റെഡിയാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൂട്ട് ലേണിംഗ് മെത്തേഡൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ലാംഗ്വേജ് ഓൾറെഡി പഠിച്ചു അല്ലേ. SLCയിൽ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു +1ൽ ഹിന്ദി എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ഇമാജിനേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഇഫ് യു ഡോണ്ട് നമുക്ക് എന്നും സമയം നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പുതിയ സിലബസ്. ഓക്കെ, നിങ്ങൾ പോകുമ്പോഴൊക്കെ പുതിയ സിലബസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റെവല്യൂഷന്റെ ഭാഗമാണ്. ഓക്കെ, യു ഗൈസ് ആർ പാർട്ട് ഓഫ് എ റെവല്യൂഷൻ. സോ ആ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, ഹിസ്റ്റോറിക്കലി എന്തായാലും നിങ്ങളെ നോട്ട് ചെയ്യപ്പെടും ഈ ഒരു ബാച്ചിനെ. ഓക്കെ, ദാറ്റ്സ് എ തിങ്. റെഡി. സോ തിരിച്ചു വരാം ബാക്ക് ടു അവർ ലെസൺ. നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് സംതിങ് ലൈക്ക് നിർജർ. നിർജർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളച്ചാട്ടം എന്നാണ് ആ ഒരു പാഠഭാഗത്തിന്റെ പേര്. സോ നിർജർ എന്ന് പറയുന്ന ഈ ഒരു വെള്ളച്ചാട്ടം വളരെ നിങ്ങൾക്കൊരു വിചിത്രമായിട്ടൊക്കെ വിയർഡായിട്ടൊക്കെ തോന്നാം. ഓൾറെഡി ഞാൻ ആപ്പിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ജോയിൻ അവർ എഡ്യൂപോർട്ട് സൂപ്പർ ബാച്ച് ക്ലാസ് 10ൽ ജോയിൻ ചെയ്യുന്നവർക്ക് അറിയാം. സോ ജോയിൻ നൗ, നേരെ ജോയിൻ ചെയ്തോ. തൊട്ട് താഴെ തന്നെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകളും പക്കയാക്കാം. എവറിത്തിങ് യു വിൽ ഗെറ്റ്. ഓക്കെ, വാട്ട് എവർ യു വാണ്ട് എവറിത്തിങ് വിൽ ബി ഗെറ്റ്. സോ നോ വറീസ്. ठीक വെച്ചോ. ഓക്കെ, തിരിച്ചു വരാം നമ്മുടെ നിർജർ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലേക്ക്. നിർജർ കിസ്നെ ലിഖാ ഹൈ? രാംകുമാർ വർമ്മ എഴുതിയിട്ടുള്ള ഒരു ഛായാവാദ് കവിതയാണ്. കുറച്ചൊരു ഹിസ്റ്റോറിക്കലി ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ആപ്പിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മൾ അറിയേണ്ടത് എന്താണ് ഛായാവാദ് എന്നൊരു കാര്യമാണ്. ഓക്കെ, ഛായാവാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിലെ റൊമാൻറ്റിസത്തെയാണ് ഛായാവാദം എന്ന് പറയുന്നത്. ഹിന്ദിയിലെ റൊമാൻറ്റിസം, നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് റൊമാൻറ്റിക് കവിതകളൊക്കെ ഷെല്ലിയും ഷേക്സ്പിയറിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവാം. ഹിന്ദിയിലെ റൊമാൻറ്റിസമാണ് ഛായാവാദം എന്ന് പറയുന്നത്. ഛായാവാദം എന്ന് പറയുന്നതിന്റെ ടൈം പീരീഡ് ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ ഹിന്ദി സാഹിത്യത്തിൽ ഹസാരി പ്രസാദ് ദ്വിവേദിജിയുടെ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ആചാര്യ രാമചന്ദ്ര ശുക്ലജി ആയാലും ഒക്കെ അതിനെ കാൽ വിഭാജന്റെ സമയത്ത് നമ്മൾ അവസാനത്തെ ഈ ഒരു ആധുനിക കാലിനെ നാലായിട്ട് ഏകദേശം 4-5 ഇപ്പം മാറുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള 4ആക്കി മാറ്റിയ സമയത്ത് അതിലെ മെയിൻ ഫസ്റ്റ് ആളാണ് ആര്? ദ്വിവേദി യുഗ് എന്ന് പറയുന്നത്. ദ്വിവേദി യുഗ് ഏകദേശം 1900 മുതൽ 1917 വരെയാണ്. അതിനുശേഷം വന്ന യുഗമാണ് ഛായാവാദം എന്ന് പറയുന്നത്. 1917 മുതൽ പിന്നീട് 36 വരെയൊക്കെയാണ് ഈ ഒരു യുഗത്തിന്റെ പീരീഡ്. അതാണ് നമുക്ക് വേണ്ട ആളാണ് ഈ ഒരു 1917 മുതൽ 36 വരെയുള്ള ആ ഒരു പീരീഡാണ് ഛായാവാദിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഛായാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദിയിലെ റൊമാൻറ്റിസം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നില്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ഛായാവാദിന് ശേഷമാണ് പ്രഗതിവാദ്, പ്രയോഗവാദ്, മാർക്സ്വാദ് ഒക്കെ വരുന്നത്. പിന്നെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു ഒരുപാട് മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് വരുന്നതും. പിന്നെ നെയ് കഹാനി ആന്തോളൻ, സാട്ടോത്തിരി കഹാനി ഒക്കെ അതിനുശേഷമാണ്. 1960 ശേഷം ഇപ്പൊ നെയ് കഹാനി ആന്തോളൻ, നെയ് കവിത ഒക്കെ വരുന്നുണ്ട്. പിന്നെ അക്കഹാനി ഒക്കെ ഒരുപാട് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്നതാണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ വിട്ടേക്ക് ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒതുങ്ങി നിൽക്കണം. ഓക്കെ, എല്ലാവരും തിരിച്ചു വരൂ ഛായാവാദിലേക്ക്. 1917 ഓക്കെ 1917 എന്ന പീരീഡ് നിങ്ങൾ ഓർക്കണം. 36 വരെയാണ്, 36 വരെയൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, 36 വരെയാണ്. അപ്പൊ 1917 മുതൽ 36 വരെ എന്താണ് വ്യത്യാസം? രചനകൾ എന്താണ് വ്യത്യാസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിൽ ആദ്യം ഈ ഒരു സരസ്വതി പത്തിലൊന്നും ആദ്യം എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഛായാവാദിലെ രചനകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജൂഹി കി കലി നോക്കുവാണെങ്കിൽ, നിരാലയുടെ ജൂഹി കി കലി നോക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ കവിതയാണ്. ആ കവിത ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മുട്ടിലെ കൂടി കാറ്റ് ഇങ്ങനെ പർവ്വതത്തിലെ കൂടി ഇങ്ങനെ വീശിയിട്ടുള്ള ഒരു കാറ്റ് ആ മുട്ടിനെ തലോടിക്കൊണ്ട് പോവാണ് ചെയ്യുന്നത്. മുല്ലമൊട്ടൊക്കെ പറയുന്നില്ലേ, കലി എന്നാണ് ഹിന്ദിയിൽ പറയാം. അതിന് തലോടി പോയ സമയത്ത് ഈ കാറ്റിനെ എന്താണ് കാമുകനായിട്ടും ഈ ഒരു മൊട്ടിനെ എന്താണ് കാമുകിയായിട്ടും പറയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് തട്ടിപ്പോയി. അപ്പൊ വിരഹവേദന. ഓക്കെ, ആ ഒരു മുല്ലമൊട്ടിന് എന്താണ് വിരഹവേദനയായി. കാറ്റ് എവിടെയോ പോയി, പ്രിയതമൻ എവിടെ പോയി എന്ന് പറയുന്ന ആ ഒരു സാധനം നിങ്ങൾക്ക് എന്താണ് യുൽ ഫീൽ ലിറ്റിൽ ബിറ്റ് യാനി എംപാരസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വിയർഡായിട്ടൊക്കെ തോന്നാം. ബട്ട് സ്റ്റിൽ അത് സാഹിത്യത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തലം കൂടിയാണ്. സാഹിത്യത്തിന്റെ ഏറ്റവും അനോഖയായിട്ടുള്ള ആ ഒരു തലം കൂടിയാണ് ഇത് രീതിയിലുള്ള വർണ്ണന എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു നിർജർ എന്ന് പറയുന്ന ജർണ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം, ജർണ എന്ന് ഒരിക്കലും പറയരുത്. കാരണം ജർണ എന്ന് പറയുന്നത് വേറെ തന്നെ ഛായാവാദിലെ ഒരു രചനയുണ്ട്, നമ്മുടെ ജയശങ്കർ പ്രസാദ് എഴുതിയിട്ടുള്ള. ഓക്കെ, ഛായാവാദിലെ മെയിൻ 4 സ്തംഭങ്ങളാണ് നമ്മുടെ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ത്രിപാഠി നിരാല ആയിക്കോട്ടെ, സൂര്യകാന്ത് ത്രിപാഠി നിരാല, ജയശങ്കർ പ്രസാദ്, അതുപോലെ തന്നെ നമ്മുടെ സുമിത്രാനന്ദ പന്ത്, മഹാദേവ് വർമ്മ. ഇതാണ് ഛായാവാദിലെ മെയിൻ ആയിട്ടുള്ള 4 സ്തംഭ്, 4 ആൾക്കാരെന്ന് പറയുന്ന പോലെ, ബ്രഹ്മ വിഷ്ണു ശിവ് എന്ന് പറയുന്ന പോലെ മെയിൻ ഛായാവാദ സാഹിത്യത്തിൽ, ഹിന്ദി സാഹിത്യത്തിലെ മെയിൻ 4 ആൾക്കാർ പറയുകയാണെങ്കിൽ ഇവരെയാണ് പറയാം. അപ്പൊ ഇവരുടെ രചനകളിൽ ജയശങ്കർ പ്രസാദിന്റെ രചനകളിൽ ഒന്ന് വരുന്നതാണ് ജർണ സുലഹർ. ജർണ എന്ന് പറയുന്ന രചന ജയശങ്കർ പ്രസാദിന്റെ ഒരു രചനയാണ്. വെള്ളച്ചാട്ടം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ അതിന്റെ ഒരു സിനോണിമാണ്. സിനോണിംസ് ആർ സിനോണിംസ്, റൈറ്റ്? സോ എല്ലാത്തിന്റെയും ട്രാൻസ്ലേഷൻ ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പോലെ ഒരു മാറ്റം വന്ന ഒരു സിനോണിമാണ്. കാരണം അതിന്റെ അർത്ഥതലങ്ങൾ വ്യത്യാസമുണ്ട്. അതിന്റെ ഔചിത്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടതും.
ഓക്കെ, സോ ഇവിടെ വരുന്ന ഒരു സാധനമാണ് നിർജർ എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് വരാം. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒതുങ്ങാം. സോ നിർജർ എന്ന് പറയുന്ന ഒരു കവിതയെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു പോവാം. നിങ്ങളിരിക്കും സാർ എന്തിനാ ഇതൊക്കെ കഥയൊക്കെ പറയുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ആ രീതിയിലാണ് ഇതിന്റെ അർത്ഥതലങ്ങൾ ഉള്ളിൽ വരുന്നത്. സോ ഇതിനെന്താണ്, ഇത് ഏത് തലത്തിൽ എഴുതിയതാണ്, ഏത് സമയത്തിൽ എഴുതിയതാണ്, ഏതാളാണ് എഴുതിയത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ കവിതയുടെ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ചിന്തയും മാറും. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയും മാറുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറുമ്പോൾ ആ ഒരു കവിതയെ നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ അത്ര വരെ ഓക്കെയാണ് അല്ലേ, അതുവരെ സെറ്റാണ്, നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓക്കെ, ഏത് രീതിയിൽ ഏത് സമയത്ത് എഴുതിയ രചനയാണ് എന്നൊക്കെ ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു നിർജർ എന്ന് പറയുന്ന കവിത നോക്കുകയാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു അരുവിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ജർണ, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ നിർജർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, വലിയ ഉയരത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഏറ്റവും ടോപ്പ് ഓഫ് ദ പൊസിഷനിൽ നിൽക്കുന്നത്. എന്നിട്ട് എന്തിനാണ് താഴെ ഇറങ്ങി ഇങ്ങനെ കല്ലും മുള്ളൊക്കെ തടസ്സൊക്കെ തട്ടി തൻ്റെ കാമുകൻ ഈ കാടുകൾ തോറും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അജ്ഞാതനായിട്ടുള്ളൊരു കാമുകനെ തൻ്റെ ഈ ഒരു കാടുകൾ തോറും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഒരുപാട് കല്ലുകളൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ മുന്നിൽ വന്നിട്ട് പോലും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതാണ് ഈ കവിതയുടെ ആശയം. അപ്പോൾ സാറേ ഇതിനകത്ത് എന്താ ഉള്ളിൽ ഇങ്ങനെ പ്രത്യേകിച്ചിട്ട്? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു ഛായാവാദ് കവിതകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകത നിങ്ങൾ ഓർത്തു വെച്ചോ. ഛായാവാദ് കവിതകളുടെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പ്രകൃതിമേ മാനവീകരണം, പ്രകൃതിയിൽ പേഴ്സോണിഫിക്കേഷൻ. നമ്മുടെ പ്രശ്നങ്ങൾ, മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളെ പ്രകൃതിയിലൂടെ ചിത്രീകരിക്കുന്ന പരിപാടിയാണ് പ്രകൃതിമേ മാനവീകരണം. ഫസ്റ്റ് പോയിന്റ് പഠിച്ചോ, പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, സെറ്റ് അല്ലേ, റെഡി. ആ ഒരു പ്രകൃതിയിൽ നമ്മളുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ച് ഒരു റിഫ്ലക്ഷൻ, നമ്മുടെ റിഫ്ലക്ഷൻ പ്രകൃതിയിലൂടെ ചിത്രീകരിക്കുന്ന പരിപാടിയാണ് പ്രകൃതിമേ എന്ത്, മാനവീകരൺ, പേഴ്സോണിഫിക്കേഷൻ. നോട്ട് മാനകീകരൺ, ദാറ്റ് സ്റ്റാൻഡർഡൈസേഷൻ, ഇറ്റ്സ് മാനവീകരൺ, പേഴ്സോണിഫിക്കേഷൻ. അതൊക്കെയാണ്, സെറ്റാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ചന്ദമുത്ത് രചന ഒക്കെ പറയാം, ഫ്രീ വേഴ്സ് ആണ്. പിന്നെ എന്തുണ്ട്, മുക്തചന്ദ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാൻ പറ്റുന്നതാണ് ഇതിന്റെ ഭാഷ ചിത്രാത്മകമാണ്. അതുപോലെ തന്നെ എന്താണ്, ധ്വന്യാത്മകവും ചിത്രാത്മകവുമാണ്. ഈ കവിത വായിക്കുമ്പോൾ കേൾക്കുന്ന പോലെയും നമ്മുടെ മുന്നിൽ കാണുന്ന പോലെയൊക്കെ തോന്നും. അതാണ് ഈ ഒരു കവിതയുടെ ആ ഒരു പിക്ചറൈസേഷൻ ഇതിൽ കവിത നമുക്ക് തരുന്നുണ്ട്. അതാണ് ഈ ചിത്രാത്മകത എന്ന് പറയുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഛായാവാദിന്റെ പ്രത്യേകത, ഏത് അർത്ഥതലമാണ്, ഹിന്ദിയിലെ റൊമാൻറ്റിസമാണ്, ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. ഇനി ഛായാവാദിന്റെ ആ ഒരു വാക്യത്തിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. എന്താണ് ഛായാവാദ്? ഛായാവാദ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൊക്കെ ആ വരുന്ന സമയമാണ് നമ്മുടെ അല്ലെ, ഡയറക്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും നേരെ ബാൻ ചെയ്യും. ഞാൻ അവിടെ പ്രേംചന്ദിന്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു. സോജയവാദൻ അദ്ദേഹത്തിന്റെ ഒക്കെ ഡയറക്റ്റ് അങ്ങ് ബാൻ ചെയ്യലാണ്. അതൊന്നും പിന്നൊന്നുമില്ല, നേരെ ബ്രിട്ടീഷുകാർക്ക് തോന്നുവാണെങ്കിൽ അങ്ങ് ബാൻ ചെയ്ത് ഒഴിവാക്കും. കാരണം അവർക്ക് പ്രതിസന്ധികളാകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും പിന്നീട് മുന്നോട്ടേക്ക് ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഛായാവാദ്. ഛായാക്ക മത്തലം മുന്നിൽ ഒരു പർച്ചായ, ഒരു ഷാഡോ മുന്നിൽ വെച്ചുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയാണ് ഛായാവാദം എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ് ഛായാവാദം എന്ന് പറയുന്ന ഈ ഒരു കവിതയുടെ പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യുവാണ്, ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ കവിത വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ്, നമ്മുടെ ഒരു ഒപ്പീനിയനും കൂടെ ആസ്വാദനക്കുറിപ്പിന്, ഈ വരാൻ പോകുന്ന ഓണം എക്സാമിന് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എഴുതാൻ സാധിക്കണം. അറ്റ് ദ എൻഡ് വാട്ട് ദ പോയം ടെൽസ് ടു അസ്, എന്താണ് ആ പോയം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് ദ ഓത്തർ ആക്ച്വലി വോണ്ട് ടു കൺവേ, എന്താണ് ഓതർ നമുക്ക് ശരിയായിട്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് അർത്ഥ തലത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു വെള്ളച്ചാട്ടം തൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടാണ്, അതായത് നമ്മൾ റിസ്ക് എടുക്കണം. ജിന്ദഗി മേ ക്യാ ഹെ, റിസ്ക് ലേനാ ചാഹിയെ, കുച്ച് പാനാ ഹെ തോ കുച്ച് കോനാ ഹെ. കുറച്ച് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് കുറച്ച് റിസ്ക് നമ്മൾ എടുക്കണം. ലൈഫിൽ റിസ്ക് എടുക്കുക എന്നൊരു ആശയം ഇതിലുണ്ട്. അപ്പൊ സാറേ ഇതൊന്നും എവിടെ സ്കൂളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ബട്ട് സ്റ്റിൽ കവിതയാണ്, കവിതയ്ക്ക് ഒരുപാട് ആശയതലങ്ങളുണ്ട്. ഡെത്ത് ഓഫ് ദ ഓതർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശയം വെച്ച് എഴുതി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട്, ശരിക്കുള്ള മെയിൻ ആശയങ്ങളും ഉണ്ട് അവിടെ, അതുകൂടാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ആശയങ്ങൾ കൂടെ നിങ്ങൾക്ക് വായിച്ചിട്ട്, ആ കവിത നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ആസ്വാദനക്കുറിപ്പാണ് എഴുതുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ക്യാ ഹെ ഇസ്മേ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ക്യാ ഹെ, റിസ്ക് ലേനാ ഹെ. ഓക്കെ, ജിന്ദഗി മേ ക്യാ ഹെ, കുച്ച് പാനാ തോ കുച്ച് ഖോനാ ഹെ. ആ റിസ്ക് എന്ത് ചെയ്യുന്നു, വെള്ളച്ചാട്ടം എടുക്കുകയാണ് ചെയ്യുന്നത്. മേലെ നിന്ന് താഴെ വന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്, അതിനൊക്കെ ആലിംഗനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്, ലൈഫിൽ നമ്മൾക്ക് മുന്നിലും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും. അതിനൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ വെള്ളച്ചാട്ടം തൻ്റെ വേഗത കുറക്കുന്നുണ്ടോ? ഇല്ല, ആ വേഗത വീണ്ടും തിരിച്ചു പിടിച്ച് ഒഴുക്ക് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ വേഗത്തെ തടസ്സപ്പെടുത്താൻ ഈ ഒബ്സ്റ്റക്കിൾസ്, കല്ലുകളൊക്കെ ഇടയിൽ വരുന്നത്, ചെറിയ ചെറിയ കഷ്ണം കല്ലുകൾ, അതിൻ്റെയൊക്കെ ഒഴുക്കിനൊക്കെ ഓപ്പോസിറ്റ് എന്താണ്, ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതങ്ങ് മുന്നോട്ട് ഒഴുകി തന്നെ പോകുന്നു. ലൈഫിൽ, നമ്മുടെ ലൈഫിലും ഇതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയുള്ള ആൾക്കാരും നമ്മുടെ മുന്നിലേക്ക് വരാം. അവരെയൊക്കെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒഴുക്ക് മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, വി ഹാവ് ടു ഫോക്കസ് അവർ പാഷൻ, അവർ കരിയർ, അല്ലെങ്കിൽ അവർ ഡ്രീം, വി ഹാവ് ടു ചേസ് ഇറ്റ്. നമുക്കത് ചേസ് ചെയ്യണം.
സോ വി ഡോണ്ട് വാണ്ട് ടു ബോദർ ദീസ് സച്ച് എ തിങ്. യാ, സോ നമുക്ക് ഇതൊന്നും ഒരിക്കലും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് വാണ്ട് ടു കെയർ, റൈറ്റ്? നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു വെൽ ഡിസൈഡ് പ്രീസെറ്റ് മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോളോ ദ തിങ്. So if you want to follow the dream, you don't want to bother such a thing. So nuance ആയിട്ട് ഈ so nuance yani subtle ആയിട്ടുള്ള ഈ ചെറിയ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ we don't want to care, right? So we have to focus on such a thing. We have to avoid this distraction, yani this obstacle. So ആ ഒരു obstacles-നെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു മോട്ടിവേഷൻ കൂടെ ആര് തരുന്നുണ്ട്? ഈ നിർജർ വെള്ളച്ചാട്ടം നമുക്ക് തരുന്നുണ്ട്. ഇത്രയും ആലോചിച്ചില്ലേ? ഇനി ഇതൊക്കെ മനസ്സിൽ വെച്ചോ, നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആസ്വാദനം. ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്, ഇതിനൊരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന രീതിയിൽ ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചോ, വളരെ ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞുതരാം. സോ രാംകുമാർ വർമ്മ എഴുതിയിട്ടുള്ള കവിതയാണ് നിർജർ എന്ന് പറയുന്ന ഈ ഒരു കവിത. നിർജർ രാംകുമാർ വർമ്മ की एक प्रसिद्ध छायावाद कविता है. നിർജർ എന്ന് പറയുന്നത് രാംകുമാർ വർമ്മ എഴുതിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഛായാവാദ് കവിതയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിർജർ രാംകുമാർ വർമ്മ ദ്വാര രചിത് एक प्रसिद्ध छायावादी कविता है. ഛായാവാദ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഛായാവാദ് കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് ഈ നിർജർ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ये कविता उल्फत और चाहत की विषय वस्तु पर आधारित है. उल्फत का मतलब क्या बच्चों? पैशन को बोलते हैं. നമ്മുടെ യൂണിറ്റിന്റെ പേര് തന്നെ ഉൽഫത്ത് और चाहत. उल्फत का मतलब टू बी पैशनेटेड, അതുപോലെ തന്നെ पैशन को बोलते हैं. पैशन और ड्रीम यानी डिजायर. या डिजायर इज वेल ओके, डिजायर ആണ് वेल सूटेबल इज डिजायर. सो हमारी जो उल्फत, हमारी जो पैशन और डिजायर, നമ്മുടെ പാഷനും അതുപോലെ തന്നെ ആഗ്രഹത്തിനെയും ചേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ഫോളോ. അത് തന്നെയാണ് യൂണിറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ പാഠഭാഗങ്ങളും ഹിന്ദി സാഹിത്യത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ SSLC നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1 മുതൽ 5 വരെ എത്തുമ്പോൾ 5 യൂണിറ്റ് പഠിച്ചപ്പോൾ ഓരോ പാഠത്തിലും ഓരോ വേലോ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെയും. ഇവിടുത്തെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉൽഫത്ത് ഓർ ചാഹത്താണ്. നമ്മുടെ പാഷനും ഡിസയറും നമ്മുടെ ആഗ്രഹങ്ങളും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു യൂണിറ്റ് പറയുന്നത് തന്നെ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് അത് തന്നെയാണ് ഈ കവിതയുടെ മെയിൻ ആശയം എന്ന് പറയുന്നത്. കവിതയിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഉൽഫത്ത് ഓർ ചാഹത്ത്, ചാഹത്ത് എന്ന് പറഞ്ഞാൽ പ്രേം, ഡിസയർ ഒക്കെയാണ്. ഈ വിഷയ വസ്തു പർ ആധാരിത. എന്താടാ പ്രേം എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രണയം, സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാരൻസിനോടുള്ളതും നമ്മളോടുള്ളതും ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്ന ആ ഒരു സ്നേഹമാണ്. ഓക്കെ, അല്ലാതെ മറ്റു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ലവേഴ്സ് തമ്മിലുള്ള സ്നേഹം മാത്രമല്ല ഈ പ്രേമം, പ്രണയം എന്നൊക്കെ പറയുന്നത്. പ്രകൃതിയുടെ ഇടയിലും പ്രകൃതി നേച്ചറിനോടുള്ളതും നേച്ചറിനുള്ളിൽ നമ്മുടെ ഫാമിലി റിലേഷനൊക്കെ ഉള്ള ആ ഒരു സ്നേഹത്തെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ ഒരു സ്നേഹത്തെയാണ് പറയുന്നത്. जहां कवि ने प्रकृति के कण कण में प्रेम के रहस्य को खोजने का प्रयास किया है. सो जहां അവിടെ എന്താണ്? കവി എന്താണ്? പ്രകൃതിക്ക് കണ്ണ് കണ്ണുമേ, പ്രകൃതിയിലെ ഓരോ കണങ്ങളിൽ, ഓക്കെ, കണങ്ങളിൽ എന്താണ്? പ്രേമ ജോ രഹസ്യക്കോ കോജനേക്കാ പ്രയാസ് കിയ, പ്രേമത്തിന്റെ ആ സ്നേഹത്തിന്റെ രഹസ്യത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, രഹസ്യക്കോ കോജനേക്കാ പ്രയാസ് കിയ, ആ രഹസ്യം സ്നേഹത്തെ ഇങ്ങനെ അന്വേഷിച്ച് ഭടക്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഭടക്ന, അങ്ങനെ ചെയ്യുന്ന ആരാണ്? അങ്ങനെ വേണം, വേർഡ് മീനിങ് ആണ് ഭടക്ന എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. ആ ഒരു പ്രേമത്തെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിർജറിന്റെ വർണ്ണനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെള്ളച്ചാട്ടം തന്റെ ആ ഒരു അജ്ഞാതനായിട്ടുള്ള സ്നേഹിതനെ തപ്പിക്കൊണ്ട് ഇങ്ങനെ കാടുകൾ തോറും ഇങ്ങനെ എന്ത് ചെയ്യാണ്? സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വർണ്ണനയാണ് ഈ ഒരു കവിതയിൽ കൊടുത്തത്. ഇതാണ് ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. സെറ്റ് അല്ലേ? അടുത്ത എന്താണ്? കവി ഏകാന്ത് ജംഗൽമേ, കവി തന്റെ ഏകാന്തമായിട്ടുള്ള ഒറ്റപ്പെട്ട ഈ ഒരു കാടിൽ എന്ത് ചെയ്യുന്നു? ഏക് നിർമ്മൽ ഝർനേക്കോ ദേഖ്നേക്കോ ജോ സവാൽ കർത്തേ ഹേ. ഓക്കെ, കവി ഏകാന്ത് ജംഗൽമേ, കവി ഈ ഒരു ഒറ്റപ്പെട്ട കാട്ടിൽ ഓക്കെ ബഹത്തെ ഹുയേ ഏക് നിർമ്മൽ ഝർനേക്ക് ദേക്കർ സവാൽ കർത്തേ ഹേ. സോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ശാന്തമായിട്ടുള്ള ഈ ഒരു കാട്ടിൽ നല്ല സുന്ദരമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിനോട് ക്വസ്റ്റ്യൻസ് ആസ്കിങ് ബൈ ആര്? നമ്മുടെ പോയറ്റ് യാനി ഓത്തർ രാംകുമാർ വർമ്മജി ഈ ഒറ്റപ്പെട്ട വിജനമായിട്ടുള്ള കാട്ടിൽ നല്ല രീതിയിൽ പ്യുവറായിട്ട് ഒഴുകുന്ന, ശുദ്ധമായിട്ട് ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിനോട് സവാൽ പൂച്ച്തേ ഹേ, ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ കവി. ഓക്കെ, സോ അപ്ന ഊഞ്ച സ്ഥാൻ യാനി പർവ്വത് ഹേ, तो पर्वत के ऊपर में है भाई. വെള്ളച്ചാട്ടത്തിനോട് പറയാണ്, നീ പർവ്വതത്തിന്റെ മുകളിലാണ്. ഓക്കെ, तू ऊंचे स्थान पर है, നീ ഇത്രയും ടോപ്പ് പൊസിഷനിൽ നിന്നുകൊണ്ട് क्यों नीचे आ रहा है, why are you coming downwards? ഇത്രയും ഉയർന്ന സ്ഥാനത്ത് നീ നിൽക്കുമ്പോൾ എന്തിനാണ് നീ ഒരു താഴ്ന്ന സ്ഥാനത്തേക്ക് വരുന്നത്? സോ ഇത് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കവി വെള്ളച്ചാട്ടത്തിനോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂ നീച്ചെ ആത്തെ ഹേ, വൈ ആർ യു കമ്മിങ് ടു ഡൗൺ. ഓക്കെ, സോ അധപ്പതൻ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് കവിതയുടെ വരിയിലുണ്ട് ക്യൂ ആത്തെ, ക്യൂ അധപ്പതൻ. ഓക്കെ, അധപ്പതൻ के लिए क्यों आते हो, എന്തിനാണ് നീ താഴോട്ടേക്ക് വരുന്നത്? क्या वह किसी अज्ञात प्रेमी की तलाश में क्या है भटक रहा है?
ഏതെങ്കിലും അജ്ഞാതനായിട്ടുള്ള കാമുകനെ അന്വേഷിച്ചുകൊണ്ട് നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ എന്ന് കവി ചോദിക്കുന്നു. കവിക്കോ ലഗ്താ ഹൈ കി ജർനെ കി ജോ ജൽ വാസ്തവ में उसके विरह के आंसू है. കവിക്ക് തോന്നുവാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലെ ഈ ഒരു ജർണയുടെ വെള്ളം, ഈ വെള്ളച്ചാട്ടത്തിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ നിർജറിന്റെ കണ്ണുനീരാണോ, കണ്ണുനീരാണോ ഇതിന്റെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് തന്നെ കവി ചോദിക്കുവാണ് ചെയ്യുന്നത്. സാർ വാട്ട് ക്വസ്റ്റ്യൻ സാർ. സോ കവിതയാണ്, കവിതയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ, ബട്ട് സ്റ്റിൽ അതിലൊരു ആശയമുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ വെള്ളത്തെ അദ്ദേഹം കണ്ണീരുമായിട്ടാണ് ഉപമിക്കുന്നത്. ആ കണ്ണീര് കാരണമാണോ വെള്ളച്ചാട്ടത്തിന് വെള്ളം ആയിട്ട് വന്നിട്ടുള്ളത് എന്ന ഒരു ഭാവനയാണ് നമ്മൾ ആലോചിക്കണം. അത്രയും ഫേമസ് ആയിട്ടുള്ള കവിതയാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇവിടെ തരത്തില്ല. ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ചെറിയ എൻ്റെ മാഗസീനുകളിലേ വന്നിട്ടില്ല, ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലൊന്നും വന്നിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ വരുമോ അറിയത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ അർത്ഥതലം ഇസ് വെരി ഗഹരാഹെ. സോ ഇതിന്റെ അർത്ഥതലം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളത് കൊണ്ട് തന്നെയാണ്. സോ അത് മനസ്സിലാക്കണം, ആ ഒരു ഛായാവാദിന്റെ വിശേഷതയാണ്. ഓക്കെ റെഡി. കവി അത്രയും ചിന്തിക്കുന്നു, കവി അത്രയും ചിന്തിച്ചിട്ടാണ് ഇതിനെ എന്ത് ചെയ്തത്, എഴുതിയിട്ടുണ്ടാവുക അല്ലെ. ഒരുപാട് കാര്യങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള വെരി സബ്റ്റിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കവി എംഫസൈസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അർത്ഥതലം ബഡാഹെ, അർത്ഥതലം വളരെ വലുത് തന്നെയാണ്. ഓക്കെ സോ ഭട്ടക് രഹാ ഹെ, അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. കവിക്കോ ലഗ്താ ഹെ കി ജർനെ കാ ജൽ വാസ്തവ में उसके विरह के आंसू है. കവിക്ക് തോന്നുവാണ് ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളം എന്ന് പറയുന്നത് അതിന്റെ വിരഹത്തിന്റെ, അരുവിയിലെ വെള്ളം എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അരുവി എന്നൊക്കെ പറയാം, ഈ അരുവിയിലെ വെള്ളം എന്ന് പറയുന്നത് അതിന്റെ കണ്ണീരാണോ വാസ്തവത്തിൽ എന്നൊരു ചോദ്യം കവി ഉന്നയിക്കുന്നുണ്ട്. ജിൻസെ വഹ് അപ്നെ പ്രേമി കെ പാരോं की धूल धोना चाहता है. ഈ വെള്ളത്തുകൊണ്ട്, ഈ ഒരു വെള്ളം കൊണ്ട് തന്റെ പ്രേമി എന്ന് പറയുന്ന അജ്ഞാതനായിട്ടുള്ള ആ ഒരു കാമുകന്റെ കാലുകളിലെ രജ് കാ മത്ലബ് ഹെ ധൂൽ, പൊടി എന്നാണ്, കഴുകാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ ഒഴുകുന്നത് എന്നൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ ധോനാ ചാത്താ ഹെ, കഴുകാൻ ആഗ്രഹിക്കുന്നുണ്ടോ. രാസ്തേ മേ ഛോട്ടെ ഛോട്ടെ പത്തർ ഭി ഝർനെ കോ ടോക്കർ മാർത്തെ ഹെ. പോകുന്ന വഴിയിൽ എന്താണ്, രാസ്തേമേ പോകുന്ന വഴിയിൽ ചെറിയ കല്ല് പോലും എന്താണ്, ജർണ വെള്ളച്ചാട്ടത്തിനെ ഒഴുക്കിനെ നിർത്തിക്കുന്നുണ്ട്. ഒഴുക്കിന്റെ തടസ്സത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഐ മീൻ വെള്ളച്ചാട്ടത്തിന് ഒഴുക്കിനെ ഒരുപാട് തടസ്സങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ജിസ്സെ ഉസ്കി ഗതി കുച്ച് പൽക്കേലിയെ റുക്ക് ജാത്തി ഹെ. അതുകൊണ്ട് തന്നെ എന്താണ്, കുച്ച് പൽക്കേലിയെ, കുറച്ച് നേരത്തേക്ക് ഇതിന്റെ ആ ഒരു വേഗത തന്നെ എന്താണ്, നിൽക്കുകയും ചെയ്യുന്നുണ്ട്. और वह काम उड़ाता है, അതുകൊണ്ട് തന്നെ എന്താണ്, और वह काम उड़ाता है. इसके बावजूद वो अपनी छोटी लहरों रूपी हाथों उत्सुकता पूर्वक आगे बढ़कर आलिंगन करने बेताब है. സോ ഇത്രയും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മുന്നിൽ വന്നപ്പോൾ പോലും ചെറിയ തിരമാലകളൊക്കെ അവിടെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ കൈകൾ എന്ന രീതിയിലാണ് ആ വെള്ളത്തിലെ തിരമാലകളെ പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ കല്ലിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒഴുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളച്ചാട്ടം പോകുന്നുണ്ട്. ജംഗൽ കെ സാരെ പേട് മൗൻ ഖഡേ ഹെ. അപ്പോൾ പറയാണ് കവി, ഒഴുക്കൊക്കെ ഒബ്സ്റ്റക്കിളായിട്ട് മുന്നിൽ വന്നിട്ട് പോലും അതിനൊക്കെ ആലിംഗനം ചെയ്തുകൊണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം വീണ്ടും മുന്നോട്ട് തന്നെ തന്റെ അജ്ഞാതനായിട്ടുള്ള കാമുകൻ അന്വേഷിച്ച് ആ കാടുകൾ തോറും ഇങ്ങനെ ഒഴുകി പോക്കാണ്. അപ്പോഴാണ് ജംഗൽക്ക് സാരെ പേട് മൗൻ ഖഡേ ഹേ. ഓക്കെ അവിടെ പറയുന്നുണ്ട്, ഗൺ എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്താണ്, കാട്ടിലെ എല്ലാ വൃക്ഷഗൺ എന്ന് പറയുന്ന ഈ മരങ്ങളുടെ കൂട്ടം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൈലന്റ് ആണ്, ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും സൈലന്റ് ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കല. നിങ്ങൾക്ക് സാറേ വെള്ളച്ചാട്ടവും സൈലന്റ് തന്നെയല്ലേ, വെള്ളച്ചാട്ടത്തിന് സംസാരിക്കാൻ പറ്റുമോ? സോ ദാറ്റ്സ് എ തിങ്. സോ ഇവിടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടമാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, നമ്മുടെ ലൈഫിലായാൽ പോലും മരത്തിനെ പോലെ മൗനമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ മിണ്ടാതിരിക്കാനും, നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വായ തുറക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറത്തുണ്ട്. സോ അവർക്ക് ഒരിക്കലും നമ്മളെ വിജയിക്കാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുത്തുകൂടാ. ഐ മീൻ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുത്തുകൂടാ. വി ഹാവ് ടു വിൻ ഫോർ അവർ സെൽഫ്, നമുക്ക് വേണ്ടി നമ്മൾ വിജയിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിന്റെ ഈ ഒരു പോസിറ്റീവ് ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ അവർ പോസിറ്റീവായിട്ട് അത്രയും പോക്കാം. ഇനി അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അത്രയും ഡിറ്റർമിൻഡ് ആണ്, അത്രയും വെല്ലായിട്ട് പ്ലാൻഡ് പാഷനേറ്റ് ആയിട്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുക്കിലേക്ക് പോക്കാണ്. അതുകൊണ്ട് തന്നെ ആ മരങ്ങളൊന്നും വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഇതിന്റെ ഒഴുക്കിനെ ഒന്നും നിർത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പറയാണ് ചെയ്യുന്നത്, ജംഗൽ കെ സാരേ പേട് മൗൻ ഖഡേ ഹെ. വനത്തിലെ എല്ലാ മരങ്ങളും എന്താണ്, നിശബ്ദമായിട്ട് അവിടെ നിൽക്കല. ഫിർ ബി ജർണ ബിനാ റുക്കി അപ്നെ കൽ കൽ സ്വർ കെ സാത്ത് ബഹ്താ രഹതാ ഹെ. അവിടെ ഒരുപാട് കൽ ചൽ കൽ അങ്ങനെ ഒരുപാട് യൂസേജ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അലങ്കാരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യവും ഇവിടെ കവി പറയുന്നുണ്ട്. തന്റെ ആ ഒരു സ്വരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, വെള്ളം ഒഴുകുമ്പോൾ ആ ഒരു ശബ്ദം ഉണ്ടാവും അല്ലെ, കളകളനാദം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാദം വെള്ളത്തിന്റെ ഒഴുക്കിന്റെ കൂടി ഉണ്ടാവും. അത് ഫോളോ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഈ ഒഴുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങ് ഒഴുകി പോക്കാണ് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കവി കാമന കർത്തെ ഹെ. കവി എന്താണ്, പോസിറ്റീവായിട്ട് ഇങ്ങനെ കാമന കർത്തെ ഹെ. കവി എന്താണ്, ഒപ്റ്റിമിസ്റ്റിക്കലി, യാനി കാമന ശുഭകാമനായും, യാനി ഒപ്റ്റിമിസമാണ്. യെസ് ദാറ്റ്സ് എ തിങ്. സോ കവി എന്താണ്, ഒപ്റ്റിമിസ്റ്റിക്കലി പോസിറ്റീവ്ലി പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്ത്, വിരഹി ജർനെ കാ യഹ് പ്രേം സ്വർ ഉസ്കെ പ്രേമി കെ മൻ മേ ഹർ പൽ ഗൂंजता रहे. ഗൂंजते रहे.
ഓക്കെ, തൻ്റെ ആ ഒരു അവസാനം ഈ ഒരു പ്രേമിയെ കണ്ടെത്താൻ എന്ന ഒരു പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാരണം നിന്റെ ഈ ഒരു വിരഹവേദനയുടെ ഈ ഒരു സ്വരം നിന്റെ പ്രേമിയുടെ, നീ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവന്റെ മനസ്സിലും ഇതിങ്ങനെ മുഴങ്ങട്ടെ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് എന്താണ്, ഈ ഒരു പ്രിയതമനായിട്ടുള്ള അജ്ഞാതനായിട്ടുള്ള കാമുകനെ ആർക്ക് കണ്ടെത്താൻ സാധിക്കണം? നമ്മുടെ വെള്ളച്ചാട്ടമായിട്ടുള്ള ഈ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു കാമുകനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിന് തൻ്റെ ആ ഒരു കാമുകി എന്ന് പറയുന്ന ആ ഒരു അജ്ഞാതനായിട്ടുള്ള ആ ഒരു കാമുകയായിട്ടുള്ള ആളോ ആരോ ആ ആള് അയാളെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പറയാണ് ചെയ്യുന്നത്. അതിലേക്ക് എത്തട്ടെ എന്ന് കവി പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിന്തിക്കണം, ആരാണ് ആ ഒരു അജ്ഞാതനായിട്ടുള്ള കാമുകൻ? ഇവിടെ പറയുന്നില്ലല്ലോ. ഓക്കെ, കാമുകി എന്ന് പറയുന്ന അജ്ഞാതനായിട്ടുള്ള കാമുകി എന്ന് പറയുന്നത് ആരായിരിക്കാം? അത് അലൗകികായിരിക്കാം. ഓക്കെ, ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു സാധനമില്ല, അലൗകികമായിട്ടുള്ള, ലൗകികമല്ല അലൗകിക് പ്രേം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൗകികമായിട്ടുള്ള, ഭൂമിയുടെ അകത്ത് വരുന്നതല്ല, അലൗകികമായിട്ടുള്ള ഒരു സ്നേഹത്തെയാണ് അവിടെ പറയുന്നത് എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, നമുക്കറിയാം അതൊരു ഓൾമൈറ്റി ഗോഡ് എന്നൊരു ഫീലൊക്കെ ഇല്ലേ, അതിലേക്ക് എത്താനുള്ള ആ ഒരു ഓംനി പ്രസന്റ് ആയിട്ടുള്ള, ഓംനിപൊട്ടന്റ് ആയിട്ടുള്ള ആ ഒരാളിലേക്ക് എത്തുന്നതിനെയാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആണ്. കാരണം ഭക്തികാലിൽ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. കബീറിന്റെയും ഭക്തിയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതിൽ റിസംബിൾഡ് ആയിട്ട് ഏകദേശം വരുന്നുണ്ടോ? ഉണ്ട്. അതിനെയും നമുക്ക് എടുക്കാം. ഇത്രക്കൊന്നും വേണ്ട, ഇതൊന്നും എവിടെയും പറയത്തില്ല. ഞാൻ ആ ഒരു കവിതയെ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് അലൗകിക് പ്രേമത്തെയാണോ ഇവിടെ വർണ്ണിക്കുന്നത്? അതൊരു പോയിന്റ് ആയിട്ട് എടുക്കാം. ലൗകികമല്ലാത്ത അലൗകിക സ്നേഹത്തിന്റെ വർണ്ണന അവിടെയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മെയിൻ കാര്യമാണ് നമ്മുടെ ഛായാവാദിന്റെ പ്രത്യേകതയാണ്. ഛായാവാദിന്റെ പ്രത്യേകത തന്നെയാണ് ഇതുപോലത്തുള്ള വിരഹവേദനയെ കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ അജ്ഞാതനായിട്ടുള്ള ആ ഒരു ഉള്ളിലുള്ള പീഡയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ഛായാവാദിന്റെ പ്രത്യേകതയും ആകാം എന്നുകൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ എനിക്ക് പറയാനുള്ളത്. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് അവർ ഫസ്റ്റ് യൂണിറ്റ്, ഉൽഫത്ത് ഔർ ചാഹത്ത്, പാഷൻ ഔർ ഡിസയർ എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. आप अपने जो राय कमेंट बॉक्स में बता सकते हैं. ഒരു ആസ്വാദന കുറിപ്പ് എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ആക്കി വെച്ചോ. अभी तक जो लाइक नहीं किया लाइक करो, हमारे जो चैनल को सब्सक्राइब भी करके रखो. ഫ്യൂച്ചർ में जो ഫായദ तो आपके लिए ही है. സോ റെഡി. സോ യൂസേജ് നിങ്ങൾക്ക് തന്നെയാണ്. സോ ഒന്ന് ഫോളോ ലൈക്ക് ഒക്കെ അടിച്ച് വെച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. जिमन सर इज बैक बच्चों. सो हम इस जलवा दिखाएंगे. सो थोड़ा CBSE फ्रेमवर्क सब बिजी था, बट ഐ എം ബാക്ക്. ഓക്കെ, സോ നോ വറീസ്, ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അക്കാഡമിക് ഇയർ നമുക്ക് തൂഫാനാക്കാം, ജോഷാക്കാം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. സോ ഐ തിങ്ക് ഒരു ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കവിതയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. വെറുതെ വരികളിലൂടെ അർത്ഥം പറഞ്ഞു പോകുന്നതിലുപരിയായിട്ട് അതിന്റെ ആശയത്തെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതിനാണ്. ബാക്കിയൊക്കെ എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, എങ്ങനെ എക്സാമിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താം. ഞാൻ പറയുന്നു എപ്പോഴും, എനിക്ക് ഒരു അക്കാഡമിക് ഇയർ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, മെയിൻ സബ്ജക്റ്റ്, കോർ സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹിന്ദി നമുക്ക് വൈസ്ലി എന്ത് ചെയ്യണം, സൈഡായിട്ട് തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ട് ആ ഒരു ഫുൾ മാർക്കിൽ എത്താനാണ് ഞാൻ നിങ്ങളെ കൊണ്ട്, ദാറ്റ്സ് ഓൾവേസ് ഐ ഡു റൈറ്റ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ആ കാര്യമാണ്, തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒരു അക്കാഡമിക് ഇയർ തൂഫാനാക്കാം. तो ठीक है बच्चों, मिलते हैं कमेंट बॉक्स में. आप जलवा दिखाओ, मैं होगा आपके साथ ये साल भी. सो ये साल हम पूरा जलवा दिखाएंगे. तो ठीक है बच्चों, बहुत बहुत धन्यवाद. जय हिंद एंड जोश.